കേരളത്തിലെ ജനങ്ങൾ UDF-ന് പരിപൂർണമായ പിന്തുണ രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഞങ്ങളിതിനെ വിലയിരുത്തുന്നു. തീർച്ചയായും ജനങ്ങൾ നൽകിയ ഈ വൻപിച്ച ഉത്തരവാദിത്വം വിനയത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം UDF കോൺഗ്രസ് പാർട്ടി നടത്തുന്നതാണ്. ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം തന്നെയാണ്. ശബരിമലയെ പോലുള്ള ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റവും തുടർഭരണത്തിന്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ജനങ്ങളെ ഗൌരവത്തിലെടുക്കാതെ, ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുക്കാതെ ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010-ൽ UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായി റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF-ന് ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDF-നെ പറ്റിയാണ് പറഞ്ഞത്, പക്ഷേ അത് ഉണ്ടായത് LDF-നെ പറ്റിയാണ്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചു. എനിക്ക് ചുമതലയുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലാണ്. 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുകയായിരുന്നു. ഓരോ തവണയും CPM-ന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 50 വർഷമായി ഭരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയും CPM-ന് സ്വാധീനമുള്ള മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടും മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോഴിക്കോട് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് എല്ലാ പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്കും ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിരിക്കുന്ന ഈ വൻപിച്ച വിജയം. തന്നെയുമല്ല, നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും UDF നേതാക്കന്മാർ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. UDF പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും 2010-നേക്കാൾ വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വിജയം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യോജിച്ച് ഒരു മനസ്സോടെ UDF പ്രവർത്തിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഞാനിവിടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ആലപ്പുഴ DCC ഓഫീസിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ വാസ്തവമാണ്. അത് എന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്.
BJPക്ക് അത്ര വലിയ മുന്നേറ്റം ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ചില മേഖലകളിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെയും പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് കഴിഞ്ഞാണ് 10 സീറ്റുകളുള്ളത്. ഞങ്ങളത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു പോരാട്ടമാണ് ഇത്തവണ നടത്തിയത്. ഞങ്ങൾക്ക് കുറെ കൂടി സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞത് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായി എന്നത് പൂർണ്ണമായ റിസൾട്ട് വന്ന ശേഷം പരിശോധിച്ചിട്ട് പറയും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എല്ലാ പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ വിധി, ജനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പിന്തുണ, അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഐക്യത്തോടെയും യോജിപ്പോടെയും വരാൻ പോകുന്ന 5 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ നൽകുന്ന ഈ സന്ദേശം.